എല്ലാവർക്കും നമസ്കാരം. ചായ അടിച്ചിട്ടായാ? അത് ചായൻ്റെ പണിക്ക് കീന്നത്രേ. ഇന്ന് മഞ്ഞളുടെ അപ്പാക്കാന്ന് നിൽക്കണം. അങ്ങനെ മഞ്ഞളുടെ ഇല പറിക്കാൻ വന്നിന്. ഇത് ഞങ്ങൾ നട്ട മഞ്ഞൾ ഇപ്പോൾ ഡിസംബർ ആയാലും പാടിക്കൊണ്ട് വന്ന്. ഇനിയിപ്പോൾ മഞ്ഞൾ കളിക്കാനെല്ലാം ആയി. പിന്നെ കളിച്ചത് പിന്നെ മഞ്ഞളുടെ ഇല കിട്ടലല്ലേ. അങ്ങനെ ഇപ്പോൾ നല്ല ഇല നോക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് അപ്പാക്കാന്ന് ഇരിക്കണം. അപ്പോൾ കുറച്ച് ഇല എടുക്കാമല്ലേ നമുക്ക്. അപ്പോൾ ഇത്ര ചപ്പല കിട്ടിനി. എൻ്റെ ബാക്കിലെ മറ്റു എന്തെങ്കിലും ബണ്ണാമ്പല എന്തൊക്കെ കെട്ടിനാന്ന് നോക്കണം നമുക്ക്. നേരക്ക് ബണ്ണാമ്പല എന്തൊക്കെ കെട്ടിയിട്ടില്ല. നല്ല ചപ്പല നോക്കിയിട്ട് എടുത്തേ. ഇങ്ങനെ പാങ്ങല കവിറ്റെടുക്കാം നമുക്ക്. ഫസ്റ്റ് വേഗം പോയിട്ട് ഇലക്കാവുന്ന പടി ഞാൻ എല്ലാം എൻ്റെ ഓനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് വന്നേ. ഇപ്പോൾ എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കട്ടെ. ഇടാ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് പച്ചരി എടുത്തിന്. ഇത് ഇന്നലെ രാത്രി പുതിർത്തിട്ട് വെച്ചത്. അങ്ങനെ കവിറ്റ് വെച്ചപ്പോൾ ഭയൊക്കെ ഒന്നുകൂടി കവിറ്റ് എടുത്തിട്ട് വെച്ചിനിടാ. പിന്നെ തേങ്ങ, ഒരു തേങ്ങ ഉണ്ടേലും, ഒരു ചെറിയ തേങ്ങ ഉണ്ടേലും. തേങ്ങ നന്ന വേണമാവാ, കുറച്ച് തേങ്ങ മതിയാകുന്നില്ല. ഒരു തേങ്ങ എടുത്തിന്. പിന്നെ ഒരിപ്പൊടി ഏലക്കി, ഒരു ചമച്ച ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കി പൊടിച്ചിട്ടൂടാ. ഞാൻ മാത്രമേ ഇന്ന് പൊടിക്കുന്നില്ല. ഒരിപ്പൊടി നേരം പെയ്തു ഉറക്ക് പോകാനുണ്ടാകണം. കുറച്ച് തറക്കിലാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇടാം. പിന്നെ ഇതാ 1 കിലോ വെല്ലം എടുത്തിന്, ആണി വെല്ലം. അപ്പോൾ ഈ വെല്ലത്തിന് നമുക്കിപ്പോൾ 2 പണിയുണ്ട്. ഒന്ന് എന്തി അറിയുക, ഈ വെല്ലത്തിന് ഉരുക്കണം. ഇതിൻ്റെ കാട്ടൻ പൊടിയെല്ലാം ഉണ്ടാവും. നമ്മളിങ്ങനെ ചരിച്ചിട്ടെങ്കിൽ കാട്ടൻ പൊടി ബൈക്കിട്ടു. അപ്പോൾ ഇങ്ങനെ അരിപ്പൊടി ഉരുക്കണം. പിന്നെ ഈ അരിന അരക്കണം. അരിന നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ വേണം കരക്കാം, മിക്സിയിൽ വേണം കരക്കാം. മാത്രം എന്താക്കണം അറിയാം, വെള്ളമാക്കാൻ കഴിയില്ല. നല്ല കടരച്ചിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഇതിനെ അരിച്ചിട്ട് ഇതിനെ കുറുക്കാന്ന് ഇരിക്കുന്നത്. ബേനീനെ ഉരുക്കാനും ഇതിനെ അരക്കാനും പോവാം നമുക്ക്. ഞാൻ ഈ വെല്ലത്തിനെല്ലാം കുത്തി ഞാൻ ഒരു ദിവസം വെള്ളം ഇട്ടിന്. ഒരിറ്റ് മതിയാന്ന്. കുറേ വെള്ളം ഇട്ടെങ്കിൽ വെള്ളമാവും. പിന്നെ വെള്ളത്തിന് അരിപ്പൊടി കുത്തിനില്ല, കലങ്ങാലല്ല വെല്ലം. തീ കത്തിച്ചിനി. ഇത് ചൂടായിട്ട് ഉരുട്ട് വെല്ലം ആവാം. അരിപ്പരിച്ചിട്ട് കൊണ്ടതിന്. ഈ കടമ്പിൻ്റെ അരിപ്പിൻ്റെ അത്ര കട്ടി വേണ്ട, ഒരിപ്പൊടി ലൂസിലൂടെ വേണം. ഞാൻ ഉപ്പിട്ടിട്ടില്ലാന്ന് പെട്ടെ. അപ്പോൾ ഇപ്പോൾ ഉപ്പിടാം. ഉപ്പിട്ടിട്ട് കുഴക്കാം. കുറച്ച് ഉപ്പ് മതിയാവും. ഇത് വെല്ലോടുന്ന കൈക്ക് സംഗതി അല്ലേ. ഉപ്പിട്ടിട്ട് നല്ലോണം ഒക്കെ പൊരിച്ചിട്ട് കൊടുക്കാം. എല്ലാത്തിലേക്ക് ഉപ്പ് ഒരേപോലെ കുറേ കടമ്പിൻ്റെ അത്ര കട്ടി വേണ്ട, ഒരു പൊടി പതയോടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നല്ല പാങ്ങല കുഴച്ചു. ഇപ്പം എല്ലാം അതിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇത് സൈഡിൽ വെക്കാം നമുക്ക്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിറക്കാനുണ്ട്. തേങ്ങ റെഡിയാക്കണല്ലേ. തേങ്ങ ഇത് എടുത്തിട്ട് വെച്ചത്. ഇതിലൊക്കെ നമുക്ക് ഈ ഏലക്ക ഉണ്ടല്ലേ, ഇതിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. നെട്ടിപ്പൊടി തക്കായിപ്പോൾ ഇല്ല, വിലക്ക് പൊടിച്ചിട്ടിടുന്നതാണ്. ഇന്നിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാനുണ്ട്. ഇടി ഇട്ടെങ്കിൽ പാങ്ങാന്നത് ബായ്ക്ക് ഓരോന്ന് കിട്ടുമ്പോഴത്തേക്ക്. ഇനി ഇതാ നമ്മൾ വെല്ലം ഉരുക്കിയിട്ട് വെച്ചില്ല അല്ലേ. പിന്നെ മീത്തന്ന് ഇനി ഇട്ടിട്ട് കൊടുക്കാം. താഴെ പൊയ്യ ഉണ്ടാവും. കുറച്ച് ഇട്ടിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. തേങ്ങൻ്റെ ഒക്കെ നല്ല പാങ്ങൽ മിക്സ് ആയിട്ടത്. അടിയിടുന്ന വേണ്ട, അടിയിൽ പൊയ്യ ഉണ്ട്. ഇതാ ഇത് ഈ ഭാഗം വേണ്ട, പൊയ്യ കാണും. പാങ്ങൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. തേങ്ങയും വെല്ലം എല്ലാം പാങ്ങല നല്ലോണം മിക്സായി. അരിപ്പും തേങ്ങ എല്ലാം റെഡി ആയിനി. നമുക്ക് ഇല എടുത്തിട്ട് വെക്കാമല്ലോ. లేదా നല്ല പാങ്ങല കവിറ്റ് വെച്ചാല. ചൊട്ടിൻ്റെ ഭാഗ മുറിക്കാം. അരിപ്പൊടി ചൊട്ടിൻ്റെ ഭാഗ വേണ്ട, എടുക്കാം. അതിന് പെരത്താം നമുക്കിനെ. അരിപ്പൊടിന് വേണത്ര അരിപ്പ് നോക്കിയിട്ട് ഇതിൽ വെക്കാം ഉണ്ടാക്കിയിട്ട്. എന്നിട്ടുണ്ടല്ലേ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ വെള്ളം എടുത്തിന് ഒരു തട്ടയിൽ. വെള്ളത്തിൽ മുക്കിയെങ്കിൽ നല്ല പാങ്ങൽ ഇതിനെ പെരത്താൻ കഴിയുന്നു. ചേല് വരുന്നു പെരത്താൻ. പൊടി വെള്ള പശ ഇങ്ങനെ ആക്കിക്കൊണ്ടെങ്കിൽ നമുക്ക് വേണത്ര തെളുപ്പിൽ പെരത്താൻ കഴിയുന്നു. ഇതാ നല്ല പാങ്ങല പെരത്തിനിപ്പോൾ ഇവിടെ നമുക്ക് കാണണമല്ലോ. നല്ല ചേലിൽ പെരത്താനാണ് വെള്ളപ്പസ ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ. ഇത് നമുക്ക് ഇതിലേക്ക് തേങ്ങ വെച്ചിട്ട് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് നീട്ടത്തിൽ മടക്കാം, അടത്തിൽ മടക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് നീട്ടത്തിൽ മടക്കിയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക്. അങ്ങനെ ഇതാക്കിയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ കരുപ്പൊടി ഇങ്ങനെ ആക്കിയാൽ കാര്യം ഇതെടുത്ത് വെക്കാം. അതിൻ്റെ ഇല എടുക്കാം. വേണത്ര അടുപ്പെടുക്കാം. അതിൻ്റെ സൈസ് നോക്കിയിട്ട് എടുക്കണം. അരിപ്പ് നമ്മ സെക്കൻഡ് സൈസ് മതിയാവും. ഇനി വെള്ളം കയ്യിൽ കൊള്ളിക്കാം. അപ്പോൾ അടുത്തങ്ങനെ എടുത്തിട്ട് കൊടുക്കാം.
ഏനാന്ന് പെരുത്താൻ കയ്യിൽ വെള്ളപ്പസ തടയാൻ. എല്ലാതുക്കിലും ഒരേപോലെ അങ്ങനെ പെരുത്തിട്ട് കൊടുക്കാം. പെരുത്തിട്ടായി. ഇത് ഞാൻ അഡ്ഡത്തിൽ മടക്കുന്ന കളിക്കുന്നവ. ആക്കിയിട്ട് ഇങ്ങനെ മടക്കാൻ കായ അഡ്ഡത്തിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ കായ. ഇത് അഡ്ഡത്തിൽ മടക്കിയത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ മടക്കിയിട്ട് വെക്കാം കുറച്ച്. അപ്പോൾ ഇതാ കുറച്ച് മടക്കിയപ്പാക്കിയിട്ടായി മഞ്ഞളുടെ അല്ലേ. നമുക്ക് വേഗം വെക്കണ്ടേ. അപ്പോൾ വേഗം വെക്കാൻ പോവാം. ഞാൻ അപ്പം പരുത്തുമ്പോഴത്തേക്ക് ഒരു വെള്ളം ചൂടാൻ വെച്ചിനി അട്ടിപ്പാത്രത്തിൽ. വെള്ളം ചൂടാക്കി വന്നത് ചൂടായി. നമുക്കിനിപ്പോൾ ഈ മടക്കിയ അപ്പം ഉണ്ടല്ലേ ഇതെല്ലാം ഇതിൽ വെച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. മൂടിയിട്ട് വെക്കാം. ആവി വരട്ടെ. പിന്നെ ബയ്യത്തെ സെറ്റ് വെക്കാം. രണ്ടാമത്തെ സെറ്റ് ഇപ്പം ഞാൻ പകുതിയെ വെച്ചിനെ. ഇനി പകുതി ബയ്യൊക്കെ വെക്കാനുണ്ട് നമുക്ക്. ഇത് ഒരിക്കലത്തെ ആവി വരട്ടെ. എന്നാൽ പിന്നെ ബയ്യൊക്കെ വെക്കാം. അപ്പോൾ അത് ബാക്കി ഉണ്ടായി പെടുത്തിട്ട് വേണ്ടത് ഞാൻ ആവി പോയി ഞാൻ നോക്കാം. നമുക്ക് നല്ലോണം ആവി പോയിട്ടുണ്ട്. ബയ്യൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ തീ ശ്രദ്ധിക്കണം. തീ ചെറുതാക്കണം. അല്ലെങ്കിൽ ആവി നിങ്ങളെ കൈക്കടിക്കും. ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ആവി കൈക്ക് കൊള്ളാതെ അങ്ങനെ നോക്കണം. മഞ്ഞളുടെ അപ്പല തിന്നെങ്കിൽ നല്ലത്. ഞങ്ങളെ പണ്ടത്തെ ആൾക്കാരെല്ലാം ഈ വായൻ്റെ ഇല, ചക്കൻ്റെ ഇല, മഞ്ഞളുടെ ഇല, വയന ഇല എല്ലാത്തിലും അപ്പാക്കിയിട്ട് തിന്നുമല്ലേ. എന്തല്ലെങ്കിൽ ഈ മഞ്ഞളിലുണ്ടാകുന്ന ഗുണം എല്ലാം ഉണ്ടല്ലേ. മഞ്ഞളുടെ ഇലയിലും കുറച്ചുണ്ട്. അപ്പോൾ അതെല്ലാം ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം, നഞ്ചെടുക്കുന്ന ഗുണം തടീൻ്റെ. പിന്നെ തടിക്ക് ചൂട്. ഇപ്പോൾ തണുപ്പല്ലേ. തണുപ്പ് കാലത്തെല്ലാം നല്ലത്. തടിക്ക് ചൂട് പകരാനും അല്ല ഈ മഞ്ഞളുടെ അപ്പല് ഭയങ്കര നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ആക്കിയിട്ട് തിന്നുന്നത്. നമുക്ക് മാത്രം ഇപ്പം എല്ലാം പിസ്സ ബർഗർ എന്നെല്ലാം എപ്പോഴാക്കൊക്കെ ഇങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ട് അറിയുമായിരുന്നു. അപ്പം ഇതിപ്പം എല്ലാം വെച്ചിന് ഞാൻ വയ്യക്ക് ബേട്ടാവാ പൊത്തിട്ട് വെക്കാം. ഇതിനൊരു അരമണിക്കൂറിൻ്റെ വേവുണ്ട് നമുക്ക്. അരമണിക്കൂർ ആവോളം ഇത് നല്ല മീഡിയം ഫ്ലെയിമിൽ പച്ചിട്ട് വേവട്ടെ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് നോക്കാം. അപ്പോൾ അരമണിക്കൂറായി ബന്ധിനാ നോക്കാം. നമുക്ക് നല്ലോണം ബന്ധിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കി ചീനെടുത്തിട്ട് ഒരു ബട്ട കെട്ടിയിട്ട് തണിയാൻ വെക്കാം. നമുക്ക് ചൂടുണ്ട്. വല്ല കൈയിടണം. അപ്പോൾ അതാ ചൂട് മഞ്ഞളപ്പം റെഡി ആയിട്ടുണ്ട്. ഇടാ നല്ല പാങ്ങല വന്നിട്ടാ അളന്നിട്ടുണ്ട്. ഇതാ അളക്കിക്കാൻ പണിയൊന്നും ഇല്ല. അളന്നിട്ട് വരും. ഞാനിവിടെ പച്ചരി എടുത്തേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോറിൻ്റെ പൊങ്ങലരിയും എടുക്കാം. ഈ സമയത്ത് പറ്റിയ ഈ തണുപ്പെല്ലാം മാറാൻ നല്ല പറ്റിയൊരു സംഗതി പൊളിച്ചിട്ട് കാണിക്കാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന്. ചൂടുണ്ടാവും നല്ല. ഇതാ നിങ്ങൾക്ക് മധുരെല്ലാം വേണം കുറച്ച് ജാസ്തി ഇടാം. തേങ്ങല്ലോ ഞാനെല്ലാം കുറച്ചിട്ടേ ഇട്ടിട്ടുണ്ട്. ജാസ്തി വേണമെങ്കിൽ ജാസ്തി ഇടാം. അപ്പോൾ ചൂടുണ്ടാവുക പിടിക്കാനില്ല എനിക്ക്. അപ്പോൾ ചൂട് മഞ്ഞളുടെ അപ്പം നമുക്ക് എല്ലാവർക്കും ഒക്കെ തിന്നിട്ട് തിന്നാലോ വരും.